ഇതേപോലെ തന്നെ ആ കൈ ചുംബിക്കുകയല്ല, ഛേദിച്ചു കളയുകയാണ്. അത് കൈ തങ്ങന്മാരെ കൈ. അത് പ്രബോധനത്തിൽ ജമാഅത്ത് ഇസ്ലാമിക്കാർ എഴുതിയ. അപ്പൊ അതൊക്കെ അറിവുകേടാണ്, വിവരമില്ലാത്തത് കൊണ്ടാണ്. ആദരിക്കേണ്ടവരൊക്കെ ആദരിക്കണം. ആരാധന അള്ളാഹുവിന് മാത്രം. ഇങ്ങനെയാണല്ലോ മുസ്ലിമീങ്ങളുടെ വിശ്വാസം. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹം ഏത് കാല് എടുത്തു വെക്കണം? ഇടത്തെ കാല് എടുത്തു വെച്ച് അദ്ദേഹം ഇറങ്ങണം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും അങ്ങനെ തന്നെയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഹജ്ജിന് പോകാൻ വേണ്ടിയാണെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത്തെ കാലിൽ തന്നെയാണ് എടുത്തു വെക്കേണ്ടത്. വീട്ടിൽ കയറുമ്പോൾ വലത്തെ കാലാണ് എടുത്തു വെക്കേണ്ടത്. ഏതായിരുന്നാലും ശരി സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് പള്ളിക്ക് വലിയ ആദരവാണ്. അതുകൊണ്ടല്ലേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം പള്ളിയിൽ വന്നു. പള്ളിയുടെ ചുമര് എന്ന് പറഞ്ഞാൽ നമ്മളെ പള്ളിയുടെ ചുമര് പോലെ ടൈൽസ് പതിച്ചതല്ല, മാർബിളല്ല, അതേ ഗ്രാനൈറ്റ് അല്ല, പിന്നെയോ ഈത്തപ്പന മട്ടൽ കൊണ്ടുണ്ടാക്കിയ ചുമരാണ്. ആ ചുമരിന്റെ മേലെ ആരോ ഒരാൾ തുപ്പുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ തുപ്പുനീര് അല്ലെങ്കിൽ കഫം അതിൻ്റെ മേലെ പതിഞ്ഞത് നബി തങ്ങളുടെ കണ്ണിൽ പതിഞ്ഞു. അവിടുത്തെ മുഖമാകെ വിവരണമായി, ഇത് പള്ളിയുടെ ചുമരല്ലേ, ഇങ്ങനെ തുപ്പേണ്ട സ്ഥലമല്ലല്ലോ. അവിടുന്ന് ഉടനെ തന്നെ ഒരു ചരക്കല്ലെടുക്കുകയാണ്. ഒരു ശിഷ്യനെയും കാത്തിരുന്നിട്ടില്ല, ഒരു ഭൃത്യനെയും വിളിക്കുന്നില്ല. സ്വന്തം കൈകൊണ്ട് അതാ ആ ചരല് കൊണ്ട്, കല്ലിൻ്റെ കഷ്ണം കൊണ്ട് അത് ചുരണ്ടിക്കളയുകയാണ്. പള്ളിയുടെ ബഹുമാനം എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് സമുദായത്തെ പഠിപ്പിക്കുകയാണ്. പള്ളിയിൽ പള്ളിക്കാട്ടം കണ്ടാൽ എടുത്തു മാറ്റാൻ വേണ്ടി മുക്കരിക്കാനും കാത്തു നിൽക്കാൻ പറ്റൂല. അതേ വേറെ ആരെയും കാത്തു നിൽക്കാൻ പറ്റൂല. ഏത് കെങ്കേമനാണെങ്കിലും ഉടനെ എടുത്ത് പുറത്തിട്ടോളണം. അത് ഇസ്ലാമിൻ്റെ നിയമമാണ്. കാരണം പള്ളിക്ക് വലിയ ആദരവാണ്. പള്ളിയും പള്ളിയുടെ പരിസരങ്ങളും വൃത്തിയോടെ സൂക്ഷിക്കണം. ഞാനിവിടെ വന്നപ്പോൾ അൽഹംദുലില്ലാഹ് വന്ന ഉടനെ തന്നെ ബാത്റൂമിൽ പോയി ഒതു എടുത്ത് നിസ്കരിച്ചു. അതേ വന്നപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. നല്ല ബാത്റൂമുകൾ, അതിൽ ഞാൻ പ്രത്യേകം അഭിനന്ദനം പറയാണ് ഈ ബാത്റൂം ഉണ്ടാക്കിയവർക്ക്. കാരണം ഇവിടെയുള്ള ബാത്റൂമുകൾ നല്ല ഫുൾ ഡോറുള്ള ബാത്റൂമാണ്. പല സ്ഥലത്തും പള്ളിയോടനുബന്ധിച്ച് ഒരു അരച്ചുമരുള്ള അതേ മൂത്രമൊഴിക്കാൻ വേണ്ടി ഒരു യൂറിനലായിട്ട് ഉണ്ടാക്കുന്ന ചില സാധനങ്ങളുണ്ട്. പിന്നിൽ വെച്ച് മനുഷ്യൻ ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും പിന്നിലൂടെ വരുന്നവൻ അവൻ്റെ ശരീരത്തിലെ അതാ സ്വകാര്യ അവയവങ്ങൾ കാണാൻ പറ്റുന്ന വിധത്തിലുള്ള ആ മുറിയൻ ചോളികളുണ്ടല്ലോ, അത് ഇനി മേലിലെങ്കിലും നമ്മൾ നിർമ്മിക്കാതിരിക്കണം. പൂർണ്ണമായി മറക്കാനുള്ള സംവിധാനമുണ്ടാകണം. അതിവിടെ കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. സുഹൃത്തുക്കളെ, മാത്രം പോരാ, നമ്മൾ ആ പരിസരങ്ങളൊക്കെ നന്നായി വൃത്തിയിൽ സൂക്ഷിക്കണം. ഞാൻ പറയട്ടെ, നമ്മുടെ വീട്ടിലുള്ള അതേ ബാത്റൂമിനുള്ള ക്ലോസറ്റുകൾ അതെപ്പോഴും നല്ല പിഞ്ഞാണം വെളുത്ത നിലക്ക് തന്നെ നിലനിർത്തും നമ്മൾ. എന്നാൽ പല പള്ളിയുടെയും മദ്രസയുടെയും പരിസരത്തുള്ള ബാത്റൂമിൽ കയറി നോക്കിയാൽ ആ വെളുത്ത ക്ലോസറ്റ് കാണാൻ കഴിയില്ല. മറിച്ച് അത് മഞ്ഞപ്പിത്തം പിടിച്ചിട്ടുണ്ടാകും. അതേ അത് ചുവന്നിട്ടോ മഞ്ഞപ്പിത്തമോ അല്ലെങ്കിൽ കറുപ്പോ ആയി മാറിയിട്ടുണ്ടാകും. ഇതെന്തൊരു മടിയാണ്. അതൊന്ന് വൃത്തിയാക്കി കഴുകണ്ടയോ? നമ്മുടെ വീട്ടിനേക്കാൾ പടച്ചവന്റെ വീട്ടിന് ആദരവ് കൊടുക്കണ്ടയോ? അതിൻ്റെ പരിസരങ്ങളിൽ വരുന്ന ജനങ്ങൾ പടച്ചവന്റെ വീട്ടിൽ നിന്ന് ഹയ്യ അല സ്വലാഹ് നിസ്കരിക്കാൻ വരൂ, ഹയ്യ അലൽ ഫലാഹ് വിജയത്തിലേക്ക് വരൂ എന്ന് വിളിച്ചിട്ട് പടച്ചവന്റെ വീട്ടിലേക്ക് വരുന്ന അതിഥികളല്ലേ നിസ്കരിക്കാൻ വരുന്നവർ. അവർ ഉപയോഗിക്കേണ്ട ബാത്റൂമുകളും അവർ ഉപയോഗിക്കേണ്ട ടോയ്ലറ്റുകളുമൊക്കെ നല്ല വൃത്തിയിൽ സൂക്ഷിച്ചിരിക്കണം. ഇതുപോലെ മുറ്റവും പരിസരവുമൊക്കെ നല്ല വൃത്തിയിൽ സൂക്ഷിച്ചിരിക്കണം. ഇവിടെ വന്നപ്പോൾ വലിയ സന്തോഷം തോന്നി. അല്ലാഹു തആല അത് നിലനിർത്തിക്കൊണ്ടുപോകാൻ നിങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. പടച്ചറബിന്റെ വീട്ടിന് വലിയ ആദരവ് പ്രകടിപ്പിക്കണം. നമ്മുടെ പഴയ ആളുകളുണ്ടല്ലോ, അവർക്കൊക്കെ പള്ളിയോട് വലിയ ബഹുമാനമായിരുന്നു. അവിടെ എത്രത്തോളം എന്നറിയോ? അവർക്ക് അങ്ങേയറ്റം സ്നേഹമുള്ള കുട്ടികൾ ജനിച്ചപ്പോൾ ചിലരൊക്കെ കുട്ടിയൊക്കെ പള്ളിയിൽ നിന്ന് പേരിട്ട് അങ്ങനെ പള്ളി കാക്ക, പള്ളി അജി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകളുണ്ടായിരുന്നു എൻ്റെ ചെറുപ്പത്തിലൊക്കെ. ഇപ്പം അങ്ങനെ ആരെയും കാണാറില്ല. അല്ല, അതൊരു ആദരവിൻ്റെ ഭാഗമായി കൊടുത്തായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പള്ളിക്ക് വലിയ ഒരു ബഹുമാനം നമ്മുടെ മനസ്സിലുണ്ടാകണം, അത് പ്രകടിപ്പിക്കണം. അതിൻ്റെ പുറമേ സലാത്തുൽ ജമാഅത്തി അഫ്ദലു മിൻ സലാത്തിൽ ഫദ്ദി ബി27 ദറജ. സുബ്ഹാനല്ലാഹ്, ഈ പാറപ്പുറം പരിസരങ്ങളിൽ ധാരാളം വിദേശത്ത് പോകുന്ന ആളുകളുണ്ട്. എനിക്ക് പരിചയമുള്ളവർ തന്നെ ഈ സദസ്സിൽ പലരുമുണ്ട്. പടച്ചവൻ ഇവിടെ നാട്ടിലുള്ളവർക്കും വിദേശത്തുള്ളവർക്കുമൊക്കെ എല്ലാ ഖൈറും ബർക്കത്തും ഏറ്റിക്കൊടുക്കട്ടെ. സുഹൃത്തുക്കളെ, എന്തിനാണ് ഈ വിദേശത്ത് പോകുന്നത്? അതിന് കാരണമുണ്ട്. ഇവിടുത്തെ ഒരു ഉറുപ്പികയല്ല അവിടുത്തെ ഒരു ഉറുപ്പിക. അവിടുത്തെ ഒരു ഉറുപ്പികക്ക്, അവിടുത്തെ ഒരു ദിർഹമിന് 24-25 ഉറുപ്പിക. അതെങ്ങാനും ഒമാനിൽ അതാണെങ്കിലോ സുബ്ഹാനല്ലാഹ് 220-30. അപ്പോൾ ആളുകൾക്ക് കൂടുതൽ കിട്ടുന്നു എന്ന് കാണുമ്പോൾ എത്ര ദൂരെ പോകുന്നതിന് ഒരു മടിയില്ല. പാപ്പനെയും ഉമ്മനെയും ഭാര്യനെയും മക്കളെയും ഒക്കെ വിട്ടു പോകും. എന്നാൽ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം അത് പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഞാൻ ഓതിയ ഹദീസിൽ 27 ഇരട്ടി പറഞ്ഞു. എന്നാൽ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹഫയിൽ വേറെയും പല ഹദീസുകളും പറഞ്ഞുകൊണ്ട് അവിടുന്ന് പറയുന്നുണ്ടല്ലോ, ജമാഅത്ത് ഈ പള്ളിയിൽ വന്ന് നിസ്കരിക്കുമ്പോൾ 70 ഇരട്ടിയോളം പ്രതിഫലം ലഭിക്കുമെന്ന്. അപ്പോൾ പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കണം. ലാ സലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദി. എപ്പോഴാണ് ആ പ്രസ്താവന നബി തങ്ങൾ നടത്തിയത്? 2 കണ്ണിനും കാഴ്ചയില്ലാത്ത
അതേ അന്തരായ ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു വന്നിട്ട് കാഴ്ചയില്ല നബിയെ, കൈപിടിക്കാൻ ആളില്ല നബിയെ, അതാ വരുന്ന വഴിവല്ലാതെ ദുർഘടമാണ് നബിയെ, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് നിസ്കരിച്ചു കൊള്ളട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ ആദ്യം അതിന് അനുമതി നൽകിയെങ്കിലും രണ്ടാമത് തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞില്ലേ, ബാങ്ക് കേൾക്കാറുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പള്ളിയിൽ വരണം. ഇബ്നു ഉമ്മി മക്തൂമേ, ലാ സലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദി, പള്ളിയിൽ വെച്ചല്ലാതെ പരിപൂർണ നിസ്കാരം പള്ളിയുടെ പരിസരത്തുള്ളവർക്കില്ല. എത്ര ഗൗരവമാണ്! ഓ സുഹൃത്തുക്കളെ, പള്ളിയെ വല്ലാതെ ആദരിക്കണം. ഇതുപോലെ ആദരിക്കപ്പെടേണ്ട പലതുമുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, പള്ളിയുടെ കമ്മിറ്റി പ്രസിഡന്റ്, പള്ളിയുടെ സെക്രട്ടറി, ഞാനും കുറേ പള്ളിൻ്റെ പ്രസിഡന്റും സെക്രട്ടറി ഒക്കെയാണ്. അതൊരു സേവനമാണല്ലോ, അല്ലാതെ അധികാരമല്ലല്ലോ. ഒരു പ്രസിഡന്റും ചിന്തിക്കൂല ഞാൻ പള്ളിയുടെ അധികാരിയാണെന്ന് ചിന്തിക്കൂല. കാരണം അവർ വിശ്വസിക്കുന്നത് അള്ളാഹിൻ്റെ ഭവനമാണ്, പടച്ചവൻ്റെ വീടാണ്, പടച്ചവൻ്റെ വീട് ഭരിക്കുന്ന ആളാണ് ഞാനെന്ന് ഒരു മുസ്ലിം അവകാശവാദം പറയുമോ? അപ്പോൾ മോമിനീങ്ങളായ ആളുകൾ പള്ളിയുടെ പ്രസിഡന്റ്, സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പടച്ചവൻ്റെ ഭവനത്തിന് സേവനം ചെയ്യുന്നവനാണ് ഞാൻ. അവിടെ അതേ പൈപ്പിൽ വെള്ളമില്ലെങ്കിൽ ഉത്തരവാദിയാണ് ഞാൻ, അതേ മൂത്രപ്പുര നാറുന്നുണ്ടെങ്കിൽ ഉത്തരവാദിയാണ് ഞാൻ, പള്ളിയിൽ ബാങ്ക് ശരിക്ക് വിളിച്ചില്ലെങ്കിൽ ഉത്തരവാദിയാണ് ഞാൻ. എനിക്ക് ഡ്യൂട്ടി പടച്ചറബിൻ്റെ വീട്ടിന് ഖിദ്മത്താണ്, സേവനമാണ്, ഞാൻ സർവ് ചെയ്യുന്ന ആളാണ്. ഓ സുഹൃത്തുക്കളെ, പടച്ചവൻ്റെ വീട്ടിന് വലിയ ആദരവാണ്. ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ ചിലപ്പോൾ വിചാരിക്കും, ഇങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങളെ പള്ളിയിലേക്ക് പോകാൻ മുസ്ലിയാമാർ സമ്മതിക്കുന്നില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, അത് ഞങ്ങളാരും അങ്ങനെ ഒരു തീരുമാനമെടുത്തതല്ല. ഞാൻ പറയട്ടെ, എൻ്റെ ഭാര്യ എൻ്റെ കൂടെ സ്വർഗത്തിൽ കിടക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ലാതിരിക്കുമോ? എൻ്റെ ഉമ്മ എൻ്റെ കൂടെ സ്വർഗത്തിൽ കിടക്കണമെന്ന് ഞാൻ ആശിക്കാതിരിക്കുമോ? അങ്ങനെ കേരളത്തിൽ കഴിഞ്ഞു പോയവരും ജീവിച്ചിരിക്കുന്നവരുമായ ഏത് മുതഅല്ലിമീങ്ങളുണ്ടോ, ഏത് മുഅല്ലിമീങ്ങളുണ്ടോ, ഏത് വലിയ വലിയ ആലിമീങ്ങൾ കഴിഞ്ഞു പോയവരുണ്ടോ, അവരാരും അവരുടെ ഭാര്യമാരെയോ ഉമ്മമാരെയോ പെങ്ങന്മാരെയോ പള്ളിയിലേക്ക് വിളിച്ചില്ലല്ലോ, കൊണ്ടുപോയില്ലല്ലോ. എന്താണ് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നമ്മുടെ നേതാവ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈർ, വീടാണ് ഉത്തമമെന്ന് പഠിപ്പിച്ചു. ഏത് നബിയാണത്? അസ്സലാത്തു ഖൈറും മിനൻ നൗം, സുബഹിന്റെ ബാങ്കിനെ വിളിച്ചു പറയാൻ പഠിപ്പിച്ചില്ലേ? നിസ്കാരം ഉറക്കേക്കാൾ ഉത്തമമാണ്. നിസ്കരിക്കുകയാണ് വേണ്ടത്, ഉറങ്ങുകയല്ല സുബഹിന്റെ സമയത്ത്. അതേ നബി തങ്ങൾ തന്നെയാണ് പഠിപ്പിച്ചത്, വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് അവരവരുടെ വീടാണ് നിസ്കരിക്കാൻ ഖൈറു ഉത്തമം. എന്തുകൊണ്ടാണ് നബി തങ്ങൾ അങ്ങനെ പഠിപ്പിച്ചത്? നബി തങ്ങൾ അങ്ങനെ പഠിപ്പിച്ചത് കൊണ്ടാണല്ലോ ഫമാ അലിംതു മിൻഹുന്ന ഇംറഅതൻ ഖറജത് ഇലാ ശുഹൂദി ജുമുഅത്തിൻ വലാ ഇലാ ജമാഅത്തിൻ ഗൈരിഹാ ഫീ ലൈലിൻ വലാ നഹാർ. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നബിയുടെ ഭാര്യമാരോ പെൺകുട്ടികളോ വീട്ടിലുള്ളവരോ പരിചാരകരോ ഒരൊറ്റ സ്ത്രീയും ജുമഅക്കോ ജമാഅത്തിനോ പുറപ്പെട്ടു പോയതായി ഞാൻ ഒട്ടാകെ പരിശോധിച്ചിട്ട് കാണുന്നില്ല. എന്തുകൊണ്ട്? വലൗ കാന ലഹുന്ന ഫീ ദാലിക ഫദ്ലുൻ, അതേ ആ സ്ത്രീകൾക്ക് എങ്ങാനും പള്ളിയിൽ പോകുന്നതിൽ എന്തെങ്കിലും ഒരു ഗുണമുണ്ടെങ്കിൽ അമറൂഹുന്ന ബിഹി, അതിനു വേണ്ടി അതാ നബിയും സഹാബത്തും കൽപ്പിക്കുമായിരുന്നു. വല അതിനു ലഹുന്ന ഫീഹി, നബിയും സഹാബത്തും അതിന് സമ്മതം കൊടുക്കുമായിരുന്നു. നബിയും സഹാബത്തും സമ്മതം കൊടുത്തില്ല. എന്തുകൊണ്ട്? സ്ത്രീകളോടുള്ള സ്നേഹമാണത്, സ്ത്രീകൾക്ക് സ്ഥാനം കൊടുത്തതാണത്. കാരണം പുരുഷന്മാരും സ്ത്രീകളുമായി വ്യത്യാസമുണ്ടല്ലോ. രാവിലെ 5 മണിക്ക് സുബഹി, 4:45 ഒരു ചെറിയ മൊബൈൽ ഫോണും പിടിച്ച് ഇങ്ങനെ ഫോണിലുണ്ടല്ലോ ഇപ്പോൾ ടോർച്ച്, ഫോണിലില്ലാത്ത ഇപ്പോൾ ഒന്നുമില്ല. എൻ്റെ ഡ്രൈവർ പറഞ്ഞിരുന്നു, ഇപ്പോൾ ഫോണിൽ എല്ലാ സംഗതിയും ഒരു കുടയും കൂടി കിട്ടിയാൽ മതിയായിരുന്നു, എല്ലാ സംഗതിയും ഫോണിലുണ്ടല്ലോ. അപ്പോൾ ഈ മൊബൈൽ ഫോൺ തുറന്ന് ഇങ്ങനെ ടോർച്ച് അടിക്കുന്ന പോലെ അടിച്ചിങ്ങനെ പോവാണ്. 4:45 18 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, വല്ല കുഴപ്പവും വരുമോ? ഒരു കുഴപ്പവും വരില്ല. അതേസമയം നിങ്ങളൊന്ന് ആലോചിച്ചു, എല്ലാ ദിവസവും സുബഹിന്റെ ജമാഅത്തിന് 18 വയസ്സ് 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരി ഇങ്ങനെ ഇത് അടിച്ചിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ എങ്ങനെ ഉണ്ടാവും സംഭവം? അപ്പോൾ ഇസ്ലാം പ്രകൃതിയോട് യോജിക്കുന്ന മതമാണ്. അതുകൊണ്ട് പറഞ്ഞു, എന്ത്? സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങൾക്ക് പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ വലിയ പ്രതിഫലം നിങ്ങളെ വീട്ടിൽ നിസ്കരിച്ചാൽ തരും. പടച്ചവൻ ചെയ്തൊരു ഔദാര്യമാണത്, പടച്ചവൻ ചെയ്ത വലിയ ഒരു ഇളവാണത്. അതേ സമയത്ത് സ്ത്രീകൾ, ആ സ്ത്രീവർഗം പള്ളിയിൽ കയറാത്ത കക്ഷികളായതുകൊണ്ടാണെന്ന് ആരും തെറ്റിദ്ധരിപ്പിക്കേണ്ട. കാരണം ലോകത്തെ ഏറ്റവും ബഹുമാനമുള്ള പള്ളി അത് മക്കയിലെ മസ്ജിദുൽ ഹറാമാണ്. ആ മസ്ജിദുൽ ഹറാമിൽ പോകാൻ കഴിയുന്ന സ്ത്രീകൾ അവിടെ പോയിട്ട് തവാഫ് ചെയ്യണമെന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും ബഹുമാനമുള്ള പള്ളിയിൽ സ്ത്രീകൾക്ക് കയറാൻ, തവാഫിന് വേണ്ടി പോകാൻ അനുമതിയല്ല, നിർബന്ധമാണ്. അനുമതിൻ്റെ അപ്പുറമാണ്. കഴിവുണ്ടെങ്കിൽ എവിടെ നമുക്ക് പോകണം, അതേ ഹജ്ജിന് പോകണം, പള്ളി കയറിയിട്ടല്ലാതെ തവാഫ് ചെയ്യാൻ കഴിയില്ല. സുഹൃത്തുക്കളെ, അപ്പോൾ പള്ളി കയറാൻ പറ്റാത്തൊരു വർഗ്ഗമാണ് സ്ത്രീകൾ എന്ന് ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല, പറയില്ല. അതേ സമയത്ത് സ്ത്രീകൾക്ക് അവർ പള്ളിയിലേക്ക് വരേണ്ട ആവശ്യമില്ല, അവർക്ക് വരാതിരുന്നാലാണ് പ്രതിഫലം. അള്ളാഹു ചെയ്തു കൊടുത്തൊരു ഇളവാണത്, ആ ഇളവിനെ അംഗീകരിക്കണം. അവിടെ അതിൻ്റെ അപ്പുറം
നമ്മളെ വകയിൽ ഒരു മതം ഉണ്ടാക്കാൻ പാടില്ല. അതാണ് ഈ പുത്തൻവാദികൾക്ക് പറ്റിയത്. അവരെ വകയിൽ ഒരു മതം ഉണ്ടാക്കി, പെണ്ണുങ്ങൾ വള്ളി പോകണമെന്ന് പാസാക്കി. അത് അവരെ വകയിൽ ഉണ്ടാക്കിയ മതമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മതമല്ല. നമ്മളാരും അശ്ഹദു അന്ന മൗലവി റസൂലുള്ളാഹി എന്ന് വിശ്വസിക്കില്ല, അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്നേ വിശ്വസിക്കുള്ളൂ. ആ റസൂലുള്ള പഠിപ്പിച്ചാണ് ഇസ്ലാം. അതാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത്. ഇനി ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹു തന്നെയും പറയുന്നത് കണ്ടില്ലേ നിങ്ങൾ, പള്ളിയിൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും സൗര സമയത്തും നിസ്കാരം നിർവഹിക്കുന്നു. ആര്? റിജാലുൻ, പുരുഷന്മാർ. സ്ത്രീകൾ എന്ന് പറയുന്നില്ല, മനുഷ്യന്മാർ എന്നും പറയുന്നില്ല. മനുഷ്യന്മാർ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളും പെടും. അവിടെ അള്ളാഹ് പ്രത്യേകം പറയുന്നു റിജാലുൻ, പുരുഷന്മാർ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു വീണ്ടും പറയുന്നു, റിജാലുൻ ലാ തുൽഹിഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വഇഖാമിസ് സ്വലാത്തി വഇതാഇസ് സകാത്ത് യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. അതേ, ആ പുരുഷന്മാരുടെ സ്വഭാവം എന്താണ്? അവർ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണ്. അവരുടെ തിരക്ക് കൊണ്ട് ഒരു ജുമഅയും നഷ്ടപ്പെടുന്നില്ല, അവരെ നിസ്കാരം നഷ്ടപ്പെടുന്നില്ല, അവര് സകാത്ത് കൊടുക്കാതെ അവരതാ കെട്ടി പൂട്ടി വെക്കുന്നില്ല. സകാത്ത് നൽകുന്നവരാണ്, നിസ്കാരം ശരിക്കും നിർവഹിക്കുന്നവരാണ്, പടച്ചവനെ ഭയപ്പെടുന്നവരാണ്. അത്തരം പുരുഷന്മാരാണ് ആ പള്ളിയിൽ നിസ്കാരം നിർവഹിക്കുന്നതെന്ന് ഖുർആൻ പറയുന്നു. സുഹൃത്തുക്കളെ, അത് പള്ളിക്കുള്ള വലിയ ആദരവാണ്. പള്ളിയിൽ വന്ന് ജമാഅത്തായി ഫർദ് നിസ്കരിക്കുക, സുന്നത്തുകൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കുക, അതാണ് പുണ്യം. പള്ളി നിസ്കരിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ചില നിസ്കാരങ്ങൾ പള്ളിയിലാണ് നല്ലത്. ഉദാഹരണത്തിന് ദുഹാ നിസ്കാരം പള്ളിയിലാണ് നല്ലത്. ഇതേപോലെ പെരുന്നാൾ നിസ്കാരം പള്ളിയിലാണ് നല്ലത്. അത് പള്ളിയിൽ നിന്നാണ് നിസ്കരിക്കേണ്ടത്. ചില സ്ഥലങ്ങളിലുണ്ട് ഈദ്ഗാഹ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതി. ഈദ്ഗാഹ് എന്ന് പറഞ്ഞത് ശരി, കുഴപ്പമൊന്നുമില്ല. ദുബായിൽ ഈദ്ഗാഹ് ഉണ്ട്, ഞാനവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. ഈദ്ഗാഹിൽ പ്രസംഗിച്ചത് പെരുന്നാൾ തന്നെ കേട്ടോ, വേറൊരു ദിവസമാണ്. അവിടുത്തെ യാഹിസത്തുൽ ഖുർആന്റെ പരിപാടിക്ക് പോയപ്പോഴാണ് 2 പ്രാവശ്യം പ്രസംഗിച്ചിട്ടുണ്ട്. അതുപോലെ ബാംഗ്ലൂരിലുണ്ട്, മംഗലാപുരത്തുണ്ട്, പല സ്ഥലത്തുണ്ട് ഈദ്ഗാഹ്. അത് മുസ്ലിമീങ്ങൾക്ക് പെരുന്നാൾ നിസ്കരിക്കാനും മറ്റു കാര്യങ്ങൾ നിർവഹിക്കാനും അവരുടേതായ സ്വന്തത്തിലുള്ള വഖഫ് ചെയ്യപ്പെട്ടതോ അല്ലെങ്കിൽ ആരെങ്കിലും ദാനം കൊടുത്തതോ അല്ലെങ്കിൽ വിലയും കൊടുത്ത് വാങ്ങിയതോ ആയ സ്ഥലങ്ങളാണ്. അത് മുസ്ലിമീങ്ങളുടെ സ്വന്തം സ്ഥലം തന്നെയാണ്. അവിടെ വെച്ച് നിസ്കരിക്കുന്നതിൽ ഒരു അഭിമാനക്ഷതമൊന്നുമില്ല. വേറൊരു കൂട്ടരുണ്ട്, സുബ്ഹാനല്ലാഹ്, ഈദ്ഗാഹ് എന്ന് ബോർഡ് വെക്കുക, നിസ്കരിക്കുന്ന വരുന്ന ആ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ സ്കൂൾ മൈതാനിയിൽ നിന്ന്. അത് മുസ്ലിമീങ്ങളുടെ സ്ഥലമാണ്, എല്ലാവർക്കും ഉള്ള സ്ഥലമല്ലേ. അവിടെ നിന്ന് പോയിട്ട് നിസ്കരിക്കണം. നമ്മളെ പള്ളിയും വെച്ചിട്ട്, പള്ളിയിൽ നല്ല സൗകര്യമില്ലേ? മസ്ജിദുൽ ഹറാമിലല്ലേ പെരുന്നാൾ നിസ്കാരം നടക്കുന്നത്? മക്കയിൽ അത് മക്ക ശരീഫ് നമ്മുടെ കേന്ദ്രമല്ലേ, നമ്മുടെ തിരിഞ്ഞല്ലേ നിസ്കരിക്കുന്നത്. പിന്നെ ഒരു കാര്യം, അതൊരാളെ കുതിരയാക്കുന്ന, ആളെ പൊട്ടനാക്കുന്ന ഒരു പരിപാടി കൂടിയാണ്. എനിക്ക് ഈദ്ഗാഹ് അല്ലട്ടോ, അത് സ്റ്റേഡിയം ഗ്രൗണ്ടാണ്. സ്റ്റേഡിയം ഗ്രൗണ്ടിൽ കൊണ്ടൊരു ഫ്ലക്സ് ബോർഡ് എഴുതിക്കുക, ഈദ്ഗാഹ്. എന്നാൽ ഈദ്ഗാഹോ? പണ്ടൊരാളെ പറ്റി പറയലുണ്ടായിരുന്നു, ഒരാൾ വെല്ലത്തിൻ്റെ കുപ്പീൻ്റെ മുകളിൽ ഭരണിൻ്റെ മുകളിൽ കുരുമുളക് എഴുതി വെച്ചു. അപ്പോൾ ചെറുപ്പക്കാരൻ ഇതെന്തിനാ ആചാരം? അത് ഇറുമ്പ് കയറാതിരിക്കാനാണെന്ന്. ഇതുപോലത്തെ ഒരു പരിപാടി, വെല്ലത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കുരുമുളക് എഴുതി വെച്ചാൽ അതുകൊണ്ട് ഇറുമ്പ് കയറാതിരിക്കുമോ? ഇതുപോലെ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ കൊണ്ടുപോയിട്ട് ഫ്ലക്സ് ബോർഡ് വെച്ചിട്ട് ഈദ്ഗാഹ് ഈദ്ഗാഹോ? ആവില്ലല്ലോ. അതേ സമയത്ത് അതേ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പണ്ഡിതന്മാർ പഠിപ്പിച്ചു, പെരുന്നാൾ നിസ്കാരത്തിന് പുണ്യം പള്ളിയാണ്. ആ പള്ളിയിൽ വെച്ചാണ് പെരുന്നാൾ നിസ്കാരം. അതുപോലെ വേറെയും ചില ജമാഅത്തായുള്ള നിസ്കാരം, തറാവീഹും അതുപോലെ ഗ്രഹണ നിസ്കാരവും അതുപോലെയുള്ള പല നിസ്കാരങ്ങളും പള്ളിയിൽ വെച്ച് നിർവഹിക്കപ്പെടും. എന്നാൽ അല്ലാത്ത നിസ്കാരങ്ങൾ അത് പള്ളിയിൽ വെച്ച് നിസ്കരിച്ചാൽ കുഴപ്പമില്ല, പക്ഷേ വീട്ടിലാണ് കൂടുതൽ പുണ്യം. കാരണം വീട്ടിലും പടച്ച റബ്ബിന്റെ ഇബാദത്ത് നടക്കട്ടെ എന്നാണ് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അങ്ങനെ പള്ളിക്ക് വലിയ ബഹുമാനമാണ്. ആ ബഹുമാനം വകവെച്ച് കൊടുക്കേണ്ടതാണ്. അതേ റബ്ബിന്റെ ഭവനം എന്നാണ് പള്ളിയെക്കുറിച്ച് പറയപ്പെടുന്നത്. അങ്ങനെ ആദരിക്കേണ്ടതിനെ ആദരിക്കണം. റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ. അത് തന്നെയാണ് ഖുർആനിൽ അന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. സുജൂദ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ അല്ലാഹുവിനുള്ളതാണ്, അതുകൊണ്ട് പടച്ചവനല്ലാതെ ആരാധിക്കാൻ പാടില്ല. ഇത് ഖുർആനിന്റെ നിർദ്ദേശമാണ്. എന്നാൽ അത് പറഞ്ഞതിന് ശേഷം ഖുർആൻ പറയാണ് വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാനാ. മാതാപിതാക്കളോട് നല്ല നിലക്ക് പെരുമാറണം. അതേ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. മാതാപിതാക്കളോട്, പ്രത്യേകിച്ച് അവർക്ക് പ്രായമാകുമ്പോൾ, നിങ്ങൾ അവരെ മനസ്സിന് വിഷമമുണ്ടാകുന്ന ഒരു അക്ഷരം പറയാൻ പാടില്ല. അവരോട് നിങ്ങൾ ഗൗരവത്തിൽ സംസാരിക്കാൻ പാടില്ല. കാരുണ്യത്തിന്റെ ചിറക് വിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഉമ്മാക്ക് എന്താ വേണ്ടേ, ബാപ്പാക്ക് എന്താ വേണ്ടേ, എവിടെയാ പോണ്ടത്, എന്തിനും ഞാൻ എന്റെ ചുമല് കാണിച്ചു തരും. ആ രൂപത്തിലുള്ള താഴ്മയോടെയുള്ള സംസാരം, താഴ്മയോടെയുള്ള പെരുമാറ്റമല്ലാതെ മാതാപിതാക്കളോട് നടത്താൻ പാടില്ല. എന്നാലും ഉമ്മ ബാപ്പയോടുള്ള കടപ്പാട് തീരൂല. മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ നടത്തുകയും വേണം. അങ്ങനെ പഠിപ്പിക്കപ്പെട്ട ഇസ്ലാമിന്റെ പേരുള്ള ഒരു മുസ്ലിം ചെറുപ്പക്കാരനാണ് കൊടുവാളെടുത്തിട്ട് സ്വന്തം ഉമ്മയുടെ കഴുത്ത് വെട്ടിയത്. നമ്മുടെ മുസ്ലിം സമുദായത്തിന്റെ പലരുടെയും വിവരക്കേടും അധപ്പതനവും എത്ര സങ്കടകരമാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മൾ ഇസ്ലാം അനുസരിച്ച് ജീവിക്കണം, ഇസ്ലാമിന്റെ പൈതൃകം കാത്തു സൂക്ഷിക്കണം, ഇസ്ലാമിന്റെ ആശയങ്ങൾ ധാരാളമായി ജനങ്ങളെ ഉത്ബോധിപ്പിക്കണം, ജനങ്ങളെ ഇസ്ലാം അനുസരിച്ച് ജീവിപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നടത്തണം. ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ
ഞാൻ ഇവിടെ വന്ന അറബി പ്രതിനിധികളുമായി സംസാരിച്ചു. ആ സമയത്ത് അവർ എന്നോട് പറഞ്ഞു, പള്ളി പോരല്ലോ, നല്ല അറിവ് വേണം. ആ അറിവ് നേടാൻ വേണ്ടി നിങ്ങൾ ജനങ്ങളോട് പറയണം. വളരെ കറക്റ്റ് ഇല്ലേ ആ പറഞ്ഞത്? അറിവില്ലാതെ ഒരു മനുഷ്യന് വിജയിക്കാൻ കഴിയോ? അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യമാണോ? ചോദിക്കൂ നബിയെ. മറ്റൊരു സ്ഥലത്ത് പറയാണ്, അറിവുള്ളവരാണ് പടച്ചവനെ ഭയപ്പെടുന്നത്, ഭക്തിയുള്ളവർ അറിവുള്ളവരാണ്. വേറൊരു സ്ഥലത്ത് റബ്ബ് പറയാണ്, അതേ വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത് യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. അതേ ഇൽമ നൽകപ്പെട്ട അറിവുള്ള വ്യക്തികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടിപടിയായി ഉയർത്തും. അപ്പോൾ ഞാൻ എൻ്റെ കീശയിലുണ്ട്, എനിക്കൊന്നും കൊടുക്കാൻ കീശയിലൊന്നും കാണുന്നില്ല. ഇനിയിപ്പോൾ ബെൽറ്റ് നിന്ന് എടുക്കുകയാണ്, പിന്നെ ജപ്പാനിലിറക്കും, നിങ്ങൾക്ക് പൊക്കിയാൽ അങ്ങോട്ട് പോകും ദുനിയാവട്ടാകെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സുഹൃത്തുക്കളെ, നമ്മൾ അറിവിന് മുൻതൂക്കം നൽകണം. ഞാനിവിടെ വന്നപ്പോൾ ചെറിയ കുട്ടികളെ കണ്ടു. അവർ ഖുർആൻ മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. മാതാപിതാക്കൾക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മക്കൾ ഖുർആൻ മനഃപ്പാഠമാക്കിയാൽ ബാപ്പ ഉമ്മക്ക് കിരീടം ധരിപ്പിക്കപ്പെടുമെന്ന ഹദീസിലുണ്ട്. ഖുർആൻ മനഃപ്പാഠമാക്കുന്ന മക്കൾ. പക്ഷേ ആ ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ട് മറന്നു കളഞ്ഞാൽ വലിയ വൻ കുറ്റാണ് കേട്ടോ. അതുകൊണ്ട് ഖുർആൻ മനഃപ്പാഠമാക്കിയ മക്കൾ ആവർത്തിച്ച് ഓതാനുള്ള സംവിധാനം ഉണ്ടാകണം. അതിന് അവരെ ദർസിൽ ചേർക്കണം, നല്ല ആലിമീങ്ങളാക്കണം. കുറ്റ്യാടി സിറാജുൽ ഹുദയിൽ നിന്ന് ഖുർആൻ മനഃപ്പാഠമാക്കി എത്രയോ ചെറുപ്പക്കാർ UAE പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്നുണ്ട്. അവർക്ക് നല്ല നല്ല ശമ്പളവും ലഭിക്കുന്നുണ്ട്, ജീവിത സൗകര്യവും ലഭിക്കുന്നുണ്ട്. ആദരവോടെ അവിടെയുള്ള അറബികൾ വന്ന് അവരെ തുടർന്ന് നിസ്കരിക്കുന്നുണ്ട്. മർക്കസിന്റെ കീഴിൽ നിന്ന് പഠിച്ച എത്രയോ മുതഅല്ലിമീങ്ങൾ അവർ ഖുർആൻ മനഃപ്പാഠമാക്കി അവർക്ക് അവിടെ ഈ പറഞ്ഞതുപോലെ പള്ളിയിൽ അവർക്ക് സേവനം ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നുണ്ട്. ഞാനിത് എന്തിനു പറഞ്ഞു? ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ട് എൻ്റെ മകന് എത്രയായിരിക്കും ശമ്പളം? 5000 ആണോ എന്ന് വിചാരിക്കേണ്ട. 5000 ദിർഹമാണ് ശമ്പളം, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലാണ് ശമ്പളം. ദുനിയാവിന് വേണ്ടി പഠിക്കണമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മൾ പഠിച്ചത് കൊണ്ട് ആരും പരാജയപ്പെടുമെന്ന് വിചാരിക്കരുത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മുടെ മക്കളെ അതാ നമ്മൾ കോളേജ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് സ്റ്റഡീസ്, ദഅവ കോളേജുകൾ പല സ്ഥലങ്ങളിലുമുണ്ട്. ചിലപ്പോൾ ഇവിടെയും ഇന്നതിന് തറക്കല്ലിട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാഹു അത് പൂർത്തീകരിച്ചു തരട്ടെ. അത്തരം സ്ഥാപനങ്ങളിൽ പോയി പഠിക്കുമ്പോൾ അതേ മതവിദ്യാഭ്യാസത്തിന് പുറമെ അക്കാഡമിക് വിദ്യാഭ്യാസവും ലഭിക്കുന്നു. അങ്ങനെ നമ്മുടെ മക്കൾ നല്ല 2 വിദ്യാഭ്യാസവുമുള്ള മക്കളായി വരുമ്പോൾ എന്തൊരു സന്തോഷമാണ്. അറിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ഇസ്ലാമിന്റെ ജീവനാണ് അറിവ്. അതുകൊണ്ട് അറിവ് നേടണം, ആത്മീയമായ അറിവ് വേണം. ആത്മീയമായ അറിവും ബോധവും ഇല്ലാത്തത് കൊണ്ടാണ് മക്കൾ കൊടുവാളെടുത്ത് ഉമ്മയുടെ കഴുത്തിൽ വെട്ടുന്നത്. അറിവും ബോധവുമുള്ളവർക്ക് അത് സാധിക്കുമോ? അതുകൊണ്ട് നല്ല ആത്മീയ ബോധമുണ്ടാകണം, അറിവുണ്ടാകണം. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. നമ്മൾ പടച്ചവന്റെ പൊരുത്തത്തിലായി ജീവിച്ച് മരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്ന റബ്ബിനെ സ്നേഹിക്കണം. ആ റബ്ബിന് നമ്മുടെ ജീവിതം സമർപ്പിക്കണം. ആ റബ്ബിനെ സ്നേഹിക്കണം. അതോടുകൂടി റബ്ബിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അതിരറ്റ് സ്നേഹിക്കണം. ലദീ നഫ്സി ബിയദിഹി ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവൽദിഹി വന്നാസി അജ്മഈൻ. നബി തങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കണം. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. പടച്ചവനെ അങ്ങേയറ്റം സ്നേഹിക്കണം, നബിതങ്ങളെയും സ്നേഹിക്കണം. അങ്ങനെ വരുമ്പോൾ ആ നബിതങ്ങൾ കൽപ്പിച്ചതൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരണം. അവിടുന്ന് വിരോധിച്ചതൊക്കെ കൈയൊഴിക്കണം. നമ്മളൊരിക്കലും മദ്യപാനികളായി പോകരുത്, നമ്മളൊരിക്കലും പലിശക്കാരായി പോകരുത്, നമ്മളൊരിക്കലും അക്രമികാരികളായി പോകരുത്, നമ്മളൊരിക്കലും തീവ്രവാദികളോ ഭീകരവാദികളോ വർഗീയവാദികളോ ആകരുത്. നമ്മുടെ സമാധാനപരമായ അന്തരീക്ഷത്തിൽ ഇസ്ലാമിൻ്റെ സുന്ദരമായ മുഖം കാണാൻ നമ്മെ കണ്ടാൽ മുസ്ലിം ആരാണ്, ഇസ്ലാം എന്താണെന്ന് ബോധ്യപ്പെടുന്ന വിധത്തിലുള്ള ജീവിതം നയിക്കണമെന്ന് എല്ലാ മുസ്ലിമീങ്ങളോടും ഉണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിനോട് ഒരു അമുസ്ലിം സഹോദരൻ ഒരു സംഖ്യ കടം വാങ്ങി. മഹാനവറുകൾ സംഖ്യ കടം കൊടുക്കുകയും ചെയ്തു. കാരണം ഇസ്ലാമിൽ വർഗീയതയില്ല. ആ മുസ്ലിം സഹോദരൻ അവധി എത്തിയിട്ട് സംഖ്യ തിരിച്ചു കൊടുത്തില്ല. ഇമാം അബൂ ഹനീഫ തങ്ങൾ കുറെ കാത്തുപോക്കി വരുന്നില്ല. മനസ്സിന് വിഷമമായി, പ്രത്യേകിച്ച് പണത്തിന്റെ ആവശ്യമുണ്ട്. അദ്ദേഹം പണം കൊണ്ടുവന്ന് തന്നില്ലല്ലോ. അതിനാൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അങ്ങോട്ട് പോകാമെന്ന് തീരുമാനിച്ചു. ഇമാം അബൂ ഹനീഫ തങ്ങൾ ഇറങ്ങി നടന്നു. അദ്ദേഹത്തിന്റെ വീട്ടിന്റെ പരിസരത്തെത്തിയപ്പോൾ അറിയാതെ ചെരിപ്പ് കൊണ്ട് ഒരു മ്ലേച്ഛ വസ്തുവിൽ, ഒരു മാലിന്യത്തിൽ ചവിട്ടിപ്പോയി, നജസിൽ ചവിട്ടിപ്പോയി. അബൂ ഹനീഫ തങ്ങൾ കാലൊന്ന് കുടഞ്ഞപ്പോൾ ആ നജസ് നേരെ പോയിട്ട് ആ കടം തരാനുള്ള വ്യക്തിയുടെ ഭിത്തിയുടെ മേലെ പതിഞ്ഞു. അബൂ ഹനീഫ തങ്ങൾ പേടിച്ചു വിറച്ചു. എന്തിന്? എന്നെ കൊണ്ടൊരു അക്രമമായി പോയില്ലേ, മനഃപൂർവ്വമല്ലെങ്കിലും ഞാൻ കാല് കുടഞ്ഞിട്ടില്ലേ അദ്ദേഹത്തിന്റെ ആ ഭിത്തിയിൽ നജസായത്. അത് ഞാൻ ചുരണ്ടിക്കളഞ്ഞാൽ മണ്ണുതിർന്ന് വീഴും, കഴുകിയാൽ അതും അപകടമാണ്. എങ്ങനെ ഞാനത് വൃത്തിയാക്കും?
വല്ലാതെ മനസ്സ് വിഷമിച്ചു. പിന്നെ അയാൾ പൈസ തരാനുള്ളതൊന്നുമല്ല ചിന്ത, എനിക്കിങ്ങനെ അബദ്ധം പറ്റിയല്ലോ എന്നതാണ് ചിന്ത. ആത്മീയമായി നേതൃത്വം കൊടുത്ത നമ്മുടെ മഹാന്മാരുടെ സ്വഭാവമാണത്. അവിടുന്ന് വാതിലിന് പോയി മുട്ടി. ആ മുസ്ലിം സഹോദരൻ ഇറങ്ങി വന്നപ്പോൾ വളരെ വിനയത്തോടെ അങ്ങോട്ട് സംസാരിക്കുന്ന സമയത്ത് ഈ മുസ്ലിം സഹോദരൻ മനസ്സിലാക്കി ഇദ്ദേഹം വന്നത് ഞാൻ പൈസ എത്തിച്ചു കൊടുക്കാത്തത് കൊണ്ട് പണം വാങ്ങാൻ വന്നതായിരിക്കുമെന്ന്. അതിനാൽ അദ്ദേഹം ആദ്യം തന്നെ പറയുന്നു, ഒരു നിലക്കും വരാൻ പറ്റാത്തതുകൊണ്ടാണ്, ക്ഷമിക്കണം. അബൂ ഹനീഫ തങ്ങൾ പറയുന്നു, അതൊന്നല്ല പ്രശ്നം, അതിനേക്കാൾ വലിയ പ്രശ്നമുണ്ട് എനിക്ക്. അതെന്താണ്? നോക്കൂ, നിങ്ങളെ ഭിത്തിയിൽ ഞാൻ അറിയാതെ എൻ്റെ ചെരുപ്പിൻ്റെ ചുവടെ നെജസായപ്പോൾ കാല് കുടഞ്ഞപ്പോൾ പതിഞ്ഞതാണത്. ഞാൻ അതിൻ്റെ വിഷയത്തിൽ ബേജാറിലാണ്, നിങ്ങളോടൊരു അക്രമം ചെയ്തു പോയില്ലേ? അദ്ദേഹം പറഞ്ഞു, സാരില്ല എന്നുണ്ടെന്ന്. അബൂ ഹനീഫ നിങ്ങൾക്ക് മനസ്സിന് വിഷമം തീരുന്നില്ല. നമ്മളാണ് എന്താ ചെയ്യുക? നമ്മളാണെങ്കിൽ നമ്മളവിടെ ആലോചിക്കും, അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ഞാനിവിടെ വന്നുകൊണ്ട്, ഞാനെന്തിനാ വന്ന് ഇയാൾ പൈസ കൊണ്ട് തരാത്തോണ്ട്? അപ്പം ഞാനിവിടെ വന്നതിന് ഉത്തരവാദിയാരാ? അയാൾ. ചെരുപ്പോട് ചവിട്ടിപ്പോയതിന് ഉത്തരവാദിയാരാ? അയാൾ. ഞാൻ കുറഞ്ഞതിന് ഉത്തരവാദിയാല? അയാൾ. അപ്പം ഞാനെന്താണ് അയാളെ ചുമര ഞാനെന്താ നോക്കുന്നത്? അയാളെന്നല്ലേ ഉത്തരവാദി? ഇങ്ങനെയല്ലേ നമ്മൾ ഞാൻ കാണുക? അതേ സമയത്ത് അബൂ ഹനീഫ തങ്ങളുടെ ഈ വിനയവും സ്വഭാവവും കണ്ടപ്പോൾ ആ മുസ്ലിം സഹോദരൻ ഇസ്ലാം മതം സ്വീകരിച്ചു. അങ്ങനെയാണ് ഇവിടെ ഇസ്ലാം പ്രചരിച്ചത്. അല്ലാതെ വാളും കൊണ്ടും എടുത്തിട്ടും തീവ്രവാദം കൊണ്ടും ഭീകരവാദം കൊണ്ടും അതുപോലെ വർഗീയവാദം കൊണ്ടും അല്ല ഇവിടെ ഇസ്ലാം പ്രചരിച്ചത്. ആ മഹാന്മാരെ തുറന്ന് ജീവിക്കുന്നവർക്കാണ് സുന്നികൾ എന്ന് പറയുന്നത്. അഹ്ലു സുന്നത്തി വൽ ജമാഅ. ആ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കണം. അൽഹംദുലില്ലാ, ഇവിടെ ഈ പാറപ്പുറത്ത് നല്ല സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കുന്ന മുസ്ലിമീങ്ങളാണ്. ഇവിടെയും പരിസരങ്ങളിലും അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരുമാറാകട്ടെ. അല്ലാഹു തആല നമ്മളെല്ലാവരെയും അവൻ പൊരുത്തപ്പെട്ട അടിമകളിൽ പെടുത്തട്ടെ. അർഹമർ റഹീമായ റബ്ബേ, ഇവിടെ ഒരുപാട് ആലിമീങ്ങളും സയ്യിദന്മാർക്ക് നിങ്ങളോട് സംസാരിക്കാനും അതുപോലെ പഠിച്ചവനോട് ദുആ ചെയ്ത് തരാനും ഒക്കെ ഇവിടെ ഉണ്ട്. അവരുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകും. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ കറങ്ങി അവസാനം ഇവിടെ എത്തിയതാണ്. ഇപ്പോൾ നല്ല ക്ഷീണമുണ്ട്, എന്നാലും ഇവിടെ വന്ന സ്ഥിതിക്ക് തീരെ സംസാരിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ വിചാരിച്ചിട്ട് കുറച്ച് നേരം സംസാരിച്ചതാണ്. അല്ലാഹു തആല നമ്മുടെ അമലുകളൊക്കെ ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ വവഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽഖിയാമി വതിലാവത്തിൽ ഖുർആനി വസായിരിൽ ഖൈറാത്തി യാ റബ്ബൽ ആലമീൻ. اللهم أصلح فساد قلوبنا وأصلح فساد أبداننا وأصلح فساد دنيانا وأصلح فساد آخرتنا وأصلح فساد أعمالنا. اللهم أصلحنا إصلاحا لا فساد بعده بما أصلحت به عبادك الصالحين. اللهم اختم أجالنا ناطقين بكلمة التوحيد في ليلة الجمعة أو في نهارها مع الإيمان والتوبة النصوحة المقبولة لديك يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. ശഅബാൻ 15-ാം രാവ് ദുആക്ക് വലിയ ഉത്തരമുള്ള രാത്രിയാണ്. വെള്ളിയാഴ്ച രാവും വലിയ ദുആക്ക് ഉത്തരമുള്ള രാത്രിയാണ്. ചില നാടുകളിൽ ഇന്ന് ബറാത്ത് രാവാണ്, നമ്മളിവിടെ നാളെ ബറാത്ത് രാവാണ്. അപ്പോൾ നല്ല പുണ്യമുള്ള രാത്രിയാണ് ഇന്നത്തെ രാത്രിയും നാളത്തെ രാത്രിയും. വരുന്ന റമദാനും വളരെയേറെ പുണ്യമുള്ള ദിനങ്ങളാണ്. അള്ളാഹു അതൊക്കെയും ആഖിറത്തിന് വേണ്ടി സമ്പാദിക്കാനുള്ള തൗഫീഖ് ലഭിച്ച മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുകയും നമുക്കെല്ലാവർക്കും നമ്മുടെ സ്നേഹിച്ചവർക്കും നമ്മുടെ സഹായിച്ചവർക്കും നമ്മുടെ ദീനീ പ്രവർത്തനങ്ങളിൽ സഹകരിച്ചവർക്കും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ദീർഘ ആയുസ്സും ആഫിയത്തും തൗഫീഖും വർദ്ധിപ്പിച്ച് അവസാനം കാമിലായ ഈമാനോടെ മരിപ്പിച്ച് സാലിഹീങ്ങളെ കൂടെ ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. ഞാനിവിടെ വന്നപ്പോൾ സിറാജുൽ ഹുദയിലേക്ക് നേർച്ച തന്ന പലരുമുണ്ട്. അള്ളാഹു അവരെ ഖൽബിൽ ഉദ്ദേശിച്ചത് നീ കൊടുക്കണം റഹ്മാനെ. നിങ്ങൾക്കറിയാമല്ലോ 11 മഹല്ലുകളിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ പള്ളിയും മദ്രസയും ഇല്ലാത്ത വിധം നമ്മുടെ പള്ളിയും മദ്രസയൊക്കെ ജമാഅത്ത് ഇസ്ലാമിക്കാർ പിടിച്ചെടുത്ത് അടിച്ച് തകർത്ത് മഖാമ് അടിച്ച് തകർത്ത് അങ്ങനെ എല്ലാം തകർത്ത ഒരു സ്ഥലമാണ് കുറ്റ്യാടി. അൽഹംദുലില്ലാ, ഓല ഷെഡ് കെട്ടിയിട്ട് 19 സെന്റ് സ്ഥലത്ത് തുടങ്ങിയ സ്ഥാപനം അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് 100-ലധികം പള്ളി നിർമ്മിക്കാൻ അള്ളാഹു അവസരം തന്നു. 35ഓളം മദ്രസകൾ നിർമ്മിക്കാൻ അള്ളാഹു അവസരം തന്നു. ഇപ്പോൾ 16,000-ലധികം കുട്ടികൾ പഠിക്കുന്നുണ്ട്. 1000-ലധികം സ്റ്റാഫുകൾ സേവനം ചെയ്യുന്നുണ്ട്. ആ മഹത്തായ സ്ഥാപനത്തിൽ നേർച്ചയ്ക്ക് വലിയ ഫലം അള്ളാഹു തന്നതുകൊണ്ട് പലരും നേർച്ചകളും ഇവിടെ വന്നപ്പോഴും സംഭാവനയും നേർച്ചയൊക്കെ തന്നവരുണ്ട്. പഠിച്ചവനെ ഞങ്ങൾക്കൊന്നും ആർക്കും കൊടുക്കാൻ കഴിയില്ല, നീ അവർ ഉദ്ദേശിച്ചത് നീ കൊടുക്കണം അല്ലാ. ഞങ്ങളുടെ അമലുകളൊക്കെ നീ സ്വീകരിക്കണം അല്ലാ. വമാ അൻഫഖ്തും മിൻ നഫഖത്തിൻ ഔ നദർതും മിൻ നദിരിൻ ഫഇന്നല്ലാഹ യഅലമുഹു എന്ന് ഖുർആൻ പറഞ്ഞതാണ്. അല്ലാഹുവേ, നിനക്ക് നീ നിന്റെ പൊരുത്തത്തിന് വേണ്ടി ആരെന്ത് നല്ല കാര്യം ചെയ്താലും അത് നീ ഖബൂൽ ചെയ്ത് ദുനിയാവും ആഖിറവും ഞങ്ങൾക്കും അവർക്കും വിജയിപ്പിക്കണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇന്നൊരു ദിവസം ആണല്ലോ, അതുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും പോകും, ആരും എഴുന്നേൽക്കരുത് എന്ന് പ്രത്യേകിച്ച് ഉണർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.